ഗൈസ്, ഹായ്. നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ ഈ വരുന്ന തേഴ്സ്ഡേ ബാലിയിലേക്ക് ട്രിപ്പ് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ പർച്ചേസിങ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിപ്പം സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്, മിർദിഫ് സിറ്റി സെൻറ്റർ, ദുബായ്. ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നുമില്ല, റോഡൊക്കെ ക്ലിയറാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഉച്ചയാവാറായി. നമുക്ക് 2-3 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഒന്ന് ഡ്രസ്സ്, രണ്ടുപേർക്കും ഡ്രസ്സ് വാങ്ങിക്കണം. അതുപോലെ പിന്നെ നമുക്ക് ഷൂസ് വാങ്ങിക്കണം. അപ്പോൾ സിറ്റി സെൻറ്ററിൽ എത്തിയിട്ട് ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം റമദാനാണല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ഷോപ്പിൽ ഓഫേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും നേരെ സിറ്റി സെൻറ്ററിലാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഫോൺ വാങ്ങിയിട്ട് അൺബോക്സിങ് വീഡിയോ ഇതിന് ശേഷം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബാക്കി നമുക്ക് സിറ്റി സെൻറ്ററിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അതെ, ചൂട് കൂടുതലാണ്. പക്ഷെ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ക്ലൗഡ് സീഡിങ് ആയിരുന്നു അത്. നല്ല മഴ ഉണ്ടായിരുന്നു. ഏതൊരു ടൈമിലായിരുന്നില്ല ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു? ലാസ്റ്റ് ഇയർ ഈ ഒരു ടൈമിലായിരുന്നു അത്. ഈ സമയത്ത് ലാസ്റ്റ് ഇയർ ഫുൾ വെള്ളപ്പൊക്കം പ്രശ്നമായിരുന്നു. അന്ന് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെ മൊത്തം ചുറ്റും വെള്ളം കയറിയിട്ട് ഞങ്ങളത് 2 ദിവസം റൂമിൽ പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ. കാർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ മൊത്തം വെള്ളമായിരുന്നു. അന്ന് ഓർമ്മയില്ലേ ആൾക്കാർ തോണിയിലൊക്കെ പോകുന്നത്? നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല. പിന്നെ ഈ എയർ ഫില്ല് ചെയ്യുന്ന കയാക്കിങ്ങിനൊക്കെ പോകുന്ന പോലത്തെ ഒരു ബോട്ട് എടുത്തിട്ടൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ മഴ, നമ്മളെ റൂമിൽ നിന്ന് മഴ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അതിന് ശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കര ഇതായിരുന്നു അല്ലേ. കുറെ പേർക്ക് പനി പിടിച്ചു. അതെ. പിന്നെ ഭക്ഷണം കിട്ടാണ്ടൊക്കെ ആൾക്കാർ കുടുങ്ങി എന്നൊക്കെ അല്ല ന്യൂസിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തു കേട്ടോ. ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് എല്ലാ കാര്യത്തിലും അല്ലേ. ഭയങ്കര ഈസിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് വിചാരിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കും ഗവൺമെന്റിന്റെ ഇടപെടലുണ്ടാവുക അല്ലെ എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പം ആക്സിഡന്റ് സംഭവിച്ചാലൊക്കെ പെട്ടെന്ന് തന്നെ പോലീസ് വന്ന് അത് അവരതിന് വേണ്ട നടപടികൾ എടുക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഗേൾസിനാണെങ്കിലും വളരെ സേഫാണ് ഇവിടെ. എത്ര അല്ലേ, ഏത് രാത്രി വേണമെങ്കിലും ഇറങ്ങി നടക്കുന്നതിനും ഡ്രൈവ് ചെയ്യുന്നതിനും ഒറ്റയ്ക്ക് പോകുന്നതിനും യാതൊരു കുഴപ്പമില്ല. ഈവൻ നോട്ടം കൊണ്ട് പോലും ആൾക്കാർ അങ്ങനെയുള്ള രീതിയിലെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്, നമ്മളിപ്പം യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ, യൂറോപ്പിൽ പോയിട്ടുണ്ട്. നമ്മൾ പാരീസിലൊക്കെ പോയ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പുറത്തിറങ്ങാൻ. അവിടെ പിക്ക് പോക്കറ്റിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഗോൾഡ് ചെയിനും നമ്മൾ വാളറ്റൊക്കെ റൂമിൽ വെച്ചിട്ടല്ല ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരം ടെൻഷനും വേണ്ട. നമ്മളിപ്പോൾ കുറേ കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും സേഫസ്റ്റും ഏറ്റവും നീറ്റ് ആയിട്ടുള്ള കൺട്രി നമുക്ക് രണ്ടുപേർക്ക് ഫീൽ ചെയ്തത് ദുബായ് തന്നെയാണ്, UAE തന്നെയാണ് അല്ലേ. നമ്മളിപ്പം ടോയ്ലറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അത് ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോൾ ആൾക്കാർ അവിടെ ക്ലീനേഴ്സ് ഉണ്ടാവും. അവർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ക്ലീൻ ആയിട്ടാണ്, അത് ഹൈജീനിക് ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളത് പുറത്ത് പോകുന്ന സമയത്ത് യൂറോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കത് എന്താ പറയുക, ഇത്രത്തോളം ഒരു സ്ഥലത്തും നമ്മൾ അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല നമുക്ക്. അത് അവിടെ ക്ലീൻ ചെയ്യുന്നതൊന്നും അത്ര പ്രോപ്പർ അല്ല പോകുന്നത്. അത് മാത്രമല്ല, നമ്മളത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 യൂറോ എന്നൊക്കെ പറയുന്ന സമയത്ത് നാട്ടിലെ കൺവേർഷൻ വരുമ്പോൾ അവർ വലിയൊരു പൈസയാണ് വരുന്നത്. ഏകദേശം 200 റുപ്പീസ് 300 റുപ്പീസ് ഒക്കെയാണ് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ആണെങ്കിലും ഒക്കെ ഫ്രീ ആണ്, ഈവൻ നാട്ടിലാണെങ്കിലും ഫ്രീ ആണ്. പക്ഷേ നാട്ടിൽ ഹൈജീനിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് കാലക്രമേണ നമുക്കത് മാറ്റി വരും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട്.
പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടെ തന്നെയാണ് എന്തുകൊണ്ടും നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതെ, ഇപ്പോൾ ബാത്റൂം ലേഡീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം ജെൻസിനെ പോലെയല്ലല്ലോ, പുറത്ത് പോയി കഴിയുമ്പം നമുക്ക് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്തല്ല, നീറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അല്ല, ഇവൻ മെട്രോ സ്റ്റേഷനിൽ വരെ ഭയങ്കര നീറ്റാണ്. അപ്പോൾ നമ്മൾ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ക്ലീൻ ആക്കി ഇടും. അതാണ് ഏറ്റവും വലിയൊരു ഇവിടെ UAE-യിലുള്ള കാര്യം, നീറ്റ് എന്ന് പറയുന്നത്, വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ റോഡിലാണെങ്കിലും അല്ലേ, റോഡിലാണെങ്കിൽ നമുക്ക് ഒരു പേപ്പർ കഷ്ണങ്ങളൊന്നും തന്നെ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഡെയിലി ഒരു ക്ലീനിങ് സർവീസ് ഉണ്ടല്ലോ ഇവിടെ, ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി ഉണ്ട്. പിന്നെ ഇപ്പം നമ്മളാണെങ്കിൽ മലയാളികൾ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ പിന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം വലിച്ച് അവിടെ തന്നെ അറിയൂല്ലേ, ഒരു നമുക്ക് വൃത്തി കുറച്ച് കുറവായിരിക്കും. പക്ഷെ ദുബായിൽ വരുന്ന സമയത്ത് ആ സെയിം ആൾക്കാർ തന്നെ ഈ ഇവിടുത്തെ ലോ എല്ലാം ഫോളോ ചെയ്ത് അല്ലെ, ഒബേ ചെയ്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പം എന്തുകൊണ്ടും ഇപ്പം ഡ്രൈവ് ചെയ്യാനാണെങ്കിലും ഇവിടെ വാഹനങ്ങൾ കൂടുതലാണ് ഒബ്വിയസ്ലി, പക്ഷേ എങ്കിലും ഡ്രൈവ് ചെയ്യാനും ഇവിടെ നല്ല കംഫർട്ടാണ് അല്ലെ, കംഫർട്ടബിൾ ആണ്. ഇപ്പം ഞാനിപ്പം ഇവിടെ 8 വർഷം ആവാറായി, ഏകദേശം 7 വർഷം എന്തായാലും കഴിഞ്ഞു ഇവിടെ. എനിക്കിപ്പം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പം എനിക്ക് നാട്ടിലേനേക്കാളും ഡ്രൈവ് ചെയ്യാൻ ഇവിടെയാണ് ഇഷ്ടം. അനു ഇവിടെ എത്ര വർഷമായി? 14 വർഷമായി. എന്ത് തോന്നുന്നു ഇവിടുത്തെ ലൈഫ് എങ്ങനെ ആണ്? ഇത്രയും വർഷം ഇവിടെ വന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ കാരണം, ഒന്നാമത്, രണ്ടാമത് സേഫ്റ്റി, മൂന്നാമത് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയൊക്കെ ഫാസ്റ്റ് ആണ്. നാട്ടിലൊരു കാര്യം നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ എന്താണോ തിങ്ക് ചെയ്യുന്നത് അതൊരു വിത്തിൻ 5 minutes നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ നാട്ടിലെ സ്ഥിതി അങ്ങനെയല്ല. എന്നിരുന്നാലും നാട്ടിൽ കുറ്റം പറയല്ല, നമ്മളെ ഓരോ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. അത് കാലക്രമേണ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന ഇതല്ല. അത് ഇൻ ഫ്യൂച്ചറിൽ നമുക്കത് പ്രതീക്ഷിക്കാം എന്തായാലും. ഇപ്പം റോഡ് സൗകര്യമാണെങ്കിലും 3 months ബാക്ക് നാട്ടിൽ വന്ന സമയത്ത് റോഡും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതേപോലെ ഓരോന്ന് 1 by 1 ആയിട്ട് മാറും നമുക്ക് വിചാരിക്കാം. എല്ലാവരും നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം തന്നെയാണ്. ഈവൻ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ പോകും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എല്ലാം ഒക്കെ മാറി വരികയായിരിക്കും. ഇനിയുള്ള എന്താ പറയുക, യങ്സ്റ്റേഴ്സും അവരൊക്കെ നാട്ടിൽ തന്നെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ നാട് വരും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പൊ ഒരുപാട് ആൾക്കാരെ അബോർഡ് പോകുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നാട്ടിൽ അതിനുള്ള ഇതൊക്കെ മാറി വരും. അതിനുള്ള അപ്പൊ അതിനുള്ള സിറ്റുവേഷൻ എന്തായാലും നാട്ടിൽ ഉണ്ടാവട്ടെ, മാറുമെന്ന് വിചാരിക്കാം. അതെ, പിന്നെ ഇവിടെ നമ്മൾ ഇത്രയും വർഷം താമസിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിനോട്, ഈ ഒരു കൺട്രിയോട് നമുക്കൊരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അല്ലെ, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതിപ്പം നമുക്ക് എവിടെയാണെങ്കിലും, നമ്മൾ എവിടെ പോയി സെറ്റിൽ ആയാലും കുറച്ചു കാലം നമ്മൾ അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്ത് അല്ലെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഒരു കൺട്രീനോട് നമുക്കൊരു ഒരു അറ്റാച്ച്മെന്റ് വരും. അപ്പം അനുവിനെ സംബന്ധിച്ചിടത്തോളം 14 വർഷമായി ആളിവിടെ. ഇപ്പം വൺസ് ഇൻ എൻ ഇയർ ഒക്കെയാണ് 1 month ലീവിനൊക്കെ ആള് നാട്ടിൽ പോകുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ടൈമും ഇവിടെയാണ്. അപ്പം ഈ ഒരു എല്ലാ മുക്കുമൂലയും, ദുബായിയുടെ എല്ലാ മുക്കുമൂലയും ആൾക്ക് അറിയാം അല്ലേ, അല്ലേ? അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം. ഓക്കെ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് പറയാനുള്ളത്, നമുക്ക് എല്ലാ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും ആദ്യം വരുന്നത് ദുബായിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മളിപ്പം സിറ്റി സെൻറ്ററിൽ എത്താറായി, പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി ഫുഡ്, അതും നമുക്ക് കേരള ഫുഡ് ഇഷ്ടം പോലെ, എനിക്ക് തോന്നുന്നു നാട്ടിലേനേക്കാളും കൂടുതൽ ടേസ്റ്റിൽ ഇവിടെ കിട്ടാറുണ്ട്. വെറൈറ്റി ഓഫ് ഫുഡ്, നമുക്ക് ഈ നാടൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി. ഇപ്പം പഴങ്കഞ്ഞി, പൊതിച്ചോറ്, ചട്ടിച്ചോറ്, ഇപ്പോൾ ഫിഷിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ബീഫിലാണെങ്കിലും ഏത് ഫുഡ് വേണ്ടവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ടേസ്റ്റിൽ ഇവിടെ കിട്ടും. അത് കരാമ പോയി കഴിഞ്ഞാൽ, ഞങ്ങൾ കരാമ പോകുന്നുണ്ട് നെക്സ്റ്റ് ഡേ. അപ്പോൾ കരാമ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെറൈറ്റി ഓഫ് ഫുഡ്. അവിടെയാണ് തോന്നുന്നില്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലം. അതായത് റെസ്റ്റോറന്റ് കൂടുതലുണ്ട്, എസ്പെഷ്യലി മലയാളീസിന്റെ റെസ്റ്റോറന്റ് ആണ് കൂടുതലുള്ളത്. പിന്നെ
നാട്ടിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും നല്ല എന്താ പറയാ വെറൈറ്റി ഓഫ് ഫുഡ്സ്, ഹൈജീൻ ആയിട്ട് തന്നെ. ഹൈജീൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അവിടുത്തെ ഹൈജീൻ തന്നെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും അല്ലേ ഫോളോ ചെയ്തിട്ട്. ഞങ്ങളിപ്പോൾ മിർദിഫ് സിറ്റി സെൻറ്ററിലാണുള്ളത്. റമദാനായത് കൊണ്ട് തന്നെ തിരക്ക് കാര്യമായിട്ടില്ല. പിന്നെ ബാക്കി ഷാർജയിലൊക്കെ ആണെങ്കിൽ എല്ലാ റെസ്റ്റോറൻറ്റ്സും ക്ലോസ് ആയിരിക്കും ഈ റമദാൻ ടൈമിൽ. പക്ഷേ ദുബായിൽ ഈ ഒരു ടൈമിലും എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ ആണ്. മാക്സ് അന്വേഷിച്ച് പോവാണ് നമ്മൾ. നമ്മൾ മിർദിഫ് സിറ്റി സെൻറ്ററിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പോൾ കരാമയ്ക്ക് പോവാണ്. ദുബായ് കരാമയിലേക്ക് പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം മിർദിഫ് സിറ്റി സെൻറ്ററിൽ നമുക്ക് കൊടുത്ത ഫുഡ് കോർട്ട് അങ്ങനെ ആ രീതിയിലുള്ള എന്താണ് പിസ്സ, ബർഗർ ആ രീതിയിലുള്ള ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇന്നെന്തോ അങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കരാമയിലോട്ട് പോവാണ്. ആക്ച്വലി കരാമയിൽ ഇപ്പം ഭയങ്കര ട്രാഫിക്കാന്ന് കേൾക്കുന്നു. കാരണം റമദാൻ സീസൺ ആയതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും റെസ്റ്റോറൻറ്റ്സ് ആണല്ലോ. അപ്പം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് വീക്കെൻഡും കൂടെ ആണല്ലോ, ഇന്ന് സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ എവിടെയാണ് കാറ് പാർക്ക് ചെയ്യാൻ, ദൂരെ പാർക്ക് ചെയ്ത് ഒരുപാട് നടക്കേണ്ടി വരുമെന്നൊന്നും അറിയില്ല. പക്ഷേ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് അല്ലേ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. കാരണം അവിടെയുള്ള പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പുറത്തും എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് പിന്നെ ആൾക്കാരെ ആകർഷിക്കാൻ മീൻസ് അങ്ങനെയുള്ള രീതിയിലാണ്. ദുബായ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ കൂടുതലും ടൂറിസമാണ് പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ എൻജോയ്മെൻറ്റ് ആ ഒരു മൂഡാണ് ഈ ഒരു സിറ്റിക്ക് അല്ലേ. എപ്പോഴും ഒരു നമ്മളൊരു ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് എല്ലാ രീതിയിലും. അതിപ്പോൾ ഏത് ഏരിയയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ പിന്നെ വലിയ ബഹളങ്ങളോ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ഒരു എൻജോയ്മെൻറ്റ് പാർട്ടി മോഡ് നമുക്ക് കിട്ടും. കരാമ എസ്പെഷ്യലി മലയാളികളുടെ ഏരിയ ആണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം ദുബായിൽ കരാമയായിരിക്കും അല്ലേ. തീർച്ചയായിട്ടും കുറേ മലയാളികൾ ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം എല്ലാത്തിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഫാസ്റ്റിംഗ് സമയത്തൊക്കെ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു സെലിബ്രേഷൻ അവിടെ ഉണ്ടാവാറുണ്ട്. അതിന് ഒരുപാട് ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അത് ഓരോ ആൾക്കാരെ തീരുമാനമാണ്, ഓരോ ആൾക്കാരെ പിന്നെ ടൈപ്പ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. അതെ, മൈൻഡ് സെറ്റ് അനുസരിച്ചല്ലേ. അതെ, അത് വേറെ ആൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഓരോ ആൾക്കാർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യാം. അതെ അതെ, നമുക്കിവിടെ ശരിയും തെറ്റൊന്നും ഇല്ലല്ലോ. ആൾക്കാർക്ക് അതാണ് ശരിയെന്ന് തോന്നുന്നു അത് ശരി, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതായിരിക്കും ശരി. ഓക്കെ, ഇന്ന് നല്ല അതായത് നല്ല ക്ലൈമറ്റാണ്. ചില ദിവസങ്ങളിൽ ആഫ്റ്റർനൂണൊക്കെ ഒരു ക്ലൗഡി മൂഡ് ഉണ്ടാവാറുണ്ടല്ലേ. ചില ദിവസം നമുക്ക് സൺലൈറ്റൊക്കെ കുറവായിരിക്കും, മഴക്കാറ് പോലെ. എനിക്ക് ആംസ്റ്റർഡാമിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടാവാറുണ്ട് ചില ദിവസമൊക്കെ അല്ലേ, മൂടിക്കെട്ടിയ ഒരു ക്ലൈമറ്റ്. കുറച്ച് കഴിയുമ്പോൾ സമ്മറിലേക്ക് മാറുന്ന സമയത്ത് അത് മാറും. കാരണം ഇവിടെ ഒരു സമയത്ത് തണുപ്പാവുന്ന സമയത്ത് പെട്ടെന്ന് ഇരുടാവുകയും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പം അത് ലേറ്റ് ആവും. കാരണം അത് സമ്മറിലേക്ക് മാറി ചൂടിലേക്ക് തുടങ്ങുകയാണ് ഇപ്പം ഇവിടെ. ഇപ്പം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന സമയമാണ് ഒക്ടോബർ ടു മാർച്ച് അല്ലേ. ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഓപ്പൺ അല്ലേ ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ടൈമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. പിന്നെ പല പല കൺട്രിയിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാരെയും കാണാം അല്ലേ. ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്.
കാരണം ഞാൻ പണ്ട് ഇവിടെ കോവിഡ് ടൈമിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ ഞാൻ ടെമ്പററി സ്റ്റാഫായിട്ട് വാക്സിനേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നേഴ്സിംഗുകാരുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നഴ്സുമാർക്ക് ആ ടൈമിൽ ജോലി കിട്ടിയിട്ട് അവർക്ക് പിന്നെ നഴ്സുമാർ തികയാത്തത് കൊണ്ട് ഡോക്ടേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടി. അങ്ങനെ 2 years ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും ഏതൊക്കെ കൺട്രിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ചില എമിറേറ്റ്സ് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഈ കൺട്രിയൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഞാൻ കേൾക്കാത്ത കൺട്രി എന്നൊക്കെ ആൾക്കാർ. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ദുബായിൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഉണ്ട്. പക്ഷെ കൂടുതലും ഇന്ത്യക്കാർ ഫിലിപ്പീൻസ് ഒന്നും അല്ല കൂടുതലും വരുന്നത്, പാകിസ്ഥാനീസ് ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളീസ് തന്നെയല്ലേ. പിന്നെ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ മലയാളീസ് തന്നെയല്ലേ. മലയാളീസ് അത് ഫാമിലി ആയിട്ട് പിന്നെ നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് UK പോയി എങ്കിൽ പോലും സ്റ്റിൽ ആൾക്കാരുണ്ട് അല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോഡാണ് കേട്ടോ അത്. നമുക്ക് ബുർജ് ഖലീഫ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ തണുപ്പ് കാലം ആകുന്ന സമയത്ത് റോഡ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യും ഇവർ. അത് എടുത്തു പറയേണ്ട കാര്യം അല്ലേ. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതായത് ഇപ്പം നമുക്ക് അവിടെ ഒരു പിന്നെ ഉണങ്ങിയ ഇല മരങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഏരിയയിൽ ഇപ്പോൾ പിങ്ക് കളർ പോവുകയാണെങ്കിൽ അപ്പുറത്ത് വേറെ യുണീക്കായിട്ട് അവരത് ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് പൂക്കൾ കുറവാന്ന് തോന്നുന്നു. 2 വർഷം മുന്നേ ഒക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ റോഡ് ഭയങ്കര ഇഷ്ടമാണ്, ഈ റോഡിലേക്കൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ സൈഡിൽ ഒരുപാട് പല ഷേപ്പ് ഓഫ് ബിൽഡിങ്സ് കാണാൻ പറ്റും. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത് അല്ലേ, ഇത് ഷെയ്ക്കിന്. നമ്മളിവിടെ സിഗ്നലിൽ കുടുങ്ങിയിട്ടാണുള്ളത്. ഇതിൻ്റെ അടുത്താണ് വേൾഡ് ട്രേഡ് സെൻറ്റർ അല്ലേ. വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നത്. മ്യൂസിയം ഒക്കെ ഇതിൻ്റെ അടുത്തല്ലേ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗം, ഈ ഒരു സൈഡ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബുർജ് ഖലീഫ കാണാൻ പറ്റും, പല ഷേപ്പിലുള്ള ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റും. പിന്നെ ഇത് ഈ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു സൺസെറ്റിൻ്റെ ടൈമിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഭംഗിയല്ലേ. സബീൽ പാർക്ക് സബീൽ പാർക്ക്, അതാണ് എനിക്ക് നേരത്തെ പേര് കിട്ടാഞ്ഞത്. സബീൽ പാർക്ക് ഇതിൻ്റെ അടുത്താണ് വരുന്നത്. സബീൽ പാർക്കിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മയിലിനെ കാണാൻ പറ്റും അല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം തോന്നുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോഷൂട്ടിന്, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന് ഞങ്ങൾ ആ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കരാമ എത്തി. അവിടെ നൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം എത്തി, പക്ഷേ ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കരാമയിലാണുള്ളത്. കരാമയിൽ റമദാനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ഭയങ്കര ഡെക്കോറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നല്ല ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നാല് ഫ്ലേവർ ഉണ്ട്. എല്ലാ പാലും തന്നെയാണ്. കേക്ക് പാലും ഇത് മാംഗോ ഉണ്ട്. ഇത് മറ്റേതാണ് പിസ്താഷ്യൂ, അത് ചോക്ലേറ്റ്. ഇത് 13. നമ്മൾ തായ്ലാൻഡ് പോയപ്പോഴാണ് ഈ രീതിയിലുള്ള മാർക്കറ്റൊക്കെ ഞങ്ങൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ ദുബായ് ഒരുപാട് മാറി. മുന്നേ ഞങ്ങൾ വന്ന സമയത്തൊന്നും ഇങ്ങനെ അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 വർഷമായിട്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും അപ്ഗ്രേഡ് ആയതിനു ശേഷമാണ് ഇങ്ങനത്തെ ഡെക്കോറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്.